Hi everyone, this is Shweta. My name is Inder and welcome to our channel. It's time for next scene from movie Thanya Vartanam. Let's watch it. ബാലേട്ടാ ചെന്നെന്തെങ്കിലും കഴിക്കും. ബോബി, ശ്രീധരമാം ഇപ്പം മരിച്ചില്ലായിരുന്നു. ഞാനാ കാരണം. No. മുറി തുറന്നു ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. രക്ഷപ്പെട്ടു കരുതിയാൽ മതി. ശ്രീധരമാമ മാത്രമല്ല, എല്ലാവരും കുറെ കൂടി നേരത്തെ വേണ്ടിയാണ്. ആ ശാപത്തിന്റെ കണ്ണി ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നല്ലേ നമുക്ക് പോകേണ്ടത്? അതെ, പോകണമെങ്കിൽ രാത്രി വണ്ടിക്ക് പോകണം. അത് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. വാ. ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു. വല്ലതും കഴിച്ചിട്ട് കിടക്കാം. അപ്പം പോയതിൽ ആശ്വസിക്കാൻ നമുക്ക് അറിയിക്കണ്ടല്ലോ. ഇനിയിപ്പോ ബാലന്റെയും ഗോപിയുടെയും കാര്യം ഓർക്കുമ്പോഴാണ്. ദേവി ഒന്നും വരുത്തില്ല. ഗോപിനാഥൻ പോയോ? പോയി. ഭഗവതി, അവൻ നല്ലത് വരുത്തണേ. Oh, it's his turn now. Look at his face. എന്താ മോളെ? ബാല, മോനെ, മോനെ ബാല, ചേട്ടാ, മോനെ, ബാല, നിനക്ക് എന്ത് പറ്റി? ബാല, വെള്ളം. സ്വപ്നം കണ്ടതാ? അമ്മേ, മഹാകാളി, എന്റെ മോനെ ചതിച്ചോ? ഇനി അടങ്ങാറായില്ലേ നിന്റെ കോപം? എന്റെ പൊന്നു മോനെ ബാല. എന്താ അമ്മ ഇത്? എങ്ങനെ കരഞ്ഞ് വെള്ളം ഉണ്ടാക്കാൻ? എനിക്കൊന്നുമില്ല. ചേട്ടാ, ഈ പൂജയും വഴിപാടും ഒക്കെ കഴിച്ചിട്ട് ഒരു ഫലവും ഉണ്ടായില്ലല്ലോ. എനിക്കൊന്നുമില്ലെന്നേ. No, he's okay. അമ്മ, എനിക്കൊന്നുമില്ല. ഞാനൊരു സ്വപ്നം കണ്ടല്ലേ. എല്ലാരും പുറത്തേക്ക് ഇറങ്ങിക്ക. ഇത് പേടിച്ചു പോയോ? ഞാൻ ക്ഷീരമായ സ്വപ്നം കണ്ടായിരുന്നു. അറിയാം, മോള് പേടിച്ചു പോയോ? ഒന്നുമില്ലേട്ടോ. അറിയാമെന്തോ നീ ഇങ്ങനെ ബഹളം വെച്ചാലോ അവന് വിഷമം തോന്നില്ലേ? അവനൊന്നും വരത്തില്ല. ശ്രീധരനോട് കൂടി കഴിഞ്ഞു എന്നാണല്ലോ അന്ന് പ്രശസ്തി പറഞ്ഞിരുന്നത്. സമാധാനം ഒന്നുകൂടെ നോക്കാം. അമ്മ
പിടിക്കില്ല. ശ്രീധരന് ഇങ്ങനെയൊക്കെ തന്നെ അതിന്റെ Oh. നിങ്ങൾക്കൊന്നും മിണ്ടാണ്ടിരിക്കാവോ? ഞാൻ എന്റെ വാക്കിന് നിനക്ക് കാണാൻ To leave the village, yeah. പണിക്കരോടൊന്ന് വരാൻ പറയാം. എന്താ ഒഴിവായിട്ടില്ല. കർക്കിടക പ്രശ്നമാണ്. 12 വ്യാഴം, 6 ചന്ദ്രനും 8 ചൊവ്വായി. ദുഃഖട പ്രശ്നമാണ്. പ്രശ്നം കിട്ടിയാൽ ബുദ്ധിപ്രമം, സന്താന വിവരം, ബന്ധുവിരോധം ഇത്യാദി ഫലങ്ങൾ അനുഭവിക്കും. ദുർമതിയാണ് കാണുന്നത്. ഉണ്ടാവാണ്ട് വരുമോ? പരിഹാരമില്ലാത്ത എന്താ ഉള്ളത്? നോക്കിയാൽ എത്ര നാരായണ? 3 കഷ്ണം പൊട്ടും, ഒരു കടലയും ചായയും. 1.95. കോളൊത്തവളുണ്ടല്ലോ. എവിടെയായിരുന്നു? അരത്തേമ്പല്ലില്. ബാലമാഷക്ക് സുഖമില്ല. എന്ത്? പാരമ്പര്യമായിട്ടുള്ളത് തന്നെയാ. This is how the rumors are spread then. ഞാൻ പറയുമ്പോ എല്ലാവർക്കും പുച്ഛ. ഇപ്പൊ കണ്ടില്ലേ? എന്ത് കണ്ടു എന്നാ പറയണത്? ഒരു സ്വപ്നം കണ്ടാണ്. ഈ ലോകത്താരും സ്വപ്നം കാണാറില്ലേ? സ്വപ്നം എല്ലാരും കാണാറുണ്ട്, പക്ഷെ ഇതല്ല. എന്റെ വല്യമാവെ കളയുന്ന സ്വപ്നത്തിൽ നിന്നാ. ശ്രീധരനും അതെ. അന്നാരും ശ്രദ്ധിച്ചില്ല, ഒരു സ്വപ്നല്ലേ. ബാലനാ ഗതികൾ ഉണ്ടാവരുത്. പരിഹാരം എന്താ ചെയ്യണം? പൂജയുടെ ആയിരിക്കും. ഇനി അതാണ് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഓ, എന്റെ ബാലൻ ഭ്രാന്ത് പിടിച്ച് നശിച്ചോട്ടെ ഇല്ലേ? അത് നടത്താത്തതിന്റെ പേരിൽ ബാലേട്ടൻ ഭ്രാന്തനായി പോയാൽ പോട്ടെ. अरे no 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 no. ഒന്നും വേണ്ട, കാപ്പി മാത്രം മതിയെന്ന് പറഞ്ഞു. എന്നിട്ട് അവനത് കുടിക്കാൻ നിന്നില്ലാലോ. ഒറ്റയും ബഹളേ ഉള്ളൂ. പാവ. അവൻ ഇന്റർവ്യൂവിന് പോയ കാര്യമല്ലോ പറഞ്ഞോ നിന്നോട്? നന്നായിരുന്നത്രേ, ചിലപ്പോ കിട്ടുന്ന പറഞ്ഞത്. ആ, രക്ഷപ്പെട്ടാ മതിയായിരുന്നു. ഇവിടെ എല്ലാവർക്കും ഒരു കുട്ടിക്കളിയാണ്. ആരോടാ കളിക്കണേന്ന് അറിയില്ല. പരിഷ്കാരം മൂത്ത് കാവില് അടിച്ചടിയില്ല, വിളക്കില്ല. കൊല്ലം ഒരു കളമ്പാട്ടും മുടിയേറ്റും നടത്തും. അതും ഒരു കടപ്പം. ഗംഗാറിനുള്ളതുകൊണ്ട് നടക്കണം. ഇല്ലെങ്കിലും ദേവി, എന്റെ കുഞ്ഞിന്റെ മൂക്ക് പോലും വേർപ്പിക്കല്ലേ. നീ വിഷമിക്കണ്ട മോളെ, ഈശ്വരൻ എങ്കിലും മോളൊന്ന് ശ്രദ്ധിച്ചോളണം. ശ്രീധരന്റെ കൊല കഴിഞ്ഞ പണിക്കര് പറഞ്ഞതൊക്കെ ചെയ്യിക്കണം. 41 ദിവസം ചോറ്റാനിക്കര കുളിച്ചു തൊഴുത് ഭജന വരുത്തണം. കൊടുങ്ങല്ലൂർക്ക് ഒരാൾ രൂപം എല്ലാം ചെയ്യണം. ബാല, സഞ്ചയനം കഴിഞ്ഞില്ലേ? ഇനി ആ ദീക്ഷ ഒന്ന് എടുക്ക്. നാളെ സ്കൂളിൽ പോകുമ്പോ എടുക്കാം. കഞ്ഞി എടുത്തു വയ്ക്കട്ടെ. ആ, ഇത് കഴിയട്ടെ, വിശപ്പില്ല. വിശപ്പുണ്ടാവില്ല. ശ്രീധരൻ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. अरे रे. അല്ല, പിന്നെന്താ ഈ വഴിക്കൊക്കെ? ശ്രീധരൻ നായരുടെ ശവദാനത്തിന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞ് വേഗം കിട്ടിയില്ലേ? ഇത്രയൊക്കെ ഉള്ളൂ. ഇന്ന് കാണുന്നവരെ നാളെ കാണില്ല. അല്ല, സംശയം വല്ലതും? അപകടമരണമായിരുന്നല്ലോ അത്. തനിയെ പറ്റിയതാണോ അതോ ആരെങ്കിലും പറ്റിച്ചതാണോ? अरे रे रे रे. അല്ല, ഞാൻ ചുമ്മാ ഒന്ന് സംശയിച്ചതാണേ, കാര്യമില്ല.
എന്നാലും ഞാൻ വന്നത് അത് മറന്നു. വിശേഷിച്ച് ബാലന് ചില ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. ഏഹ് എന്ന് വെച്ച് അങ്ങനൊന്നുമില്ല, വേണ്ടാത്ത സ്വപ്നമൊക്കെ കാണുന്നു. അപ്പൊ ദേവിയുടെ ശാപം പാരമ്പര്യം എന്നൊക്കെ പറയണത് ശരി തന്നെയാണോ നായരെ? ആ ദോഷമൊക്കെ തീർന്നു എന്നാ കരുതിയിരുന്നേ. ഇപ്പൊ പ്രശ്നം വെച്ചപ്പോ മുഴുവൻ അങ്ങനെ ഒഴിവായിട്ടില്ലെന്നാ കാണുന്നേ. അങ്ങനെയാണെങ്കിൽ വല്ല ഭ്രാന്താസ്പത്രിയും ഒന്ന് അരെ രേ ചികിത്സിച്ചാ മാറും. പക്ഷെ അവന് കുഴപ്പമൊന്നുമില്ല, പരിഹാരമൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. സ്കൂളിൽ വരുമ്പോ അവനെ ഒന്ന് ശ്രദ്ധിച്ചോളണം. മാഷോടാകുമ്പോ ഞങ്ങൾക്കിത് പറയാലോ. പിന്നെന്താ, ഉപദ്രവമൊന്നും ഇല്ലല്ലോ അല്ലേ? അല്ല, ഞാൻ ശ്രദ്ധിച്ചോളാം. അതെ, നമ്മുടെ ബാലമാഷിന്റെ അമ്മാവനാ. മാഷിന്റെ തലയ്ക്ക് നല്ല സുഖലാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ ശീലനായുടെ കാര്യം? കാപ്പി വേണം. വേണ്ട, ഞാൻ ഇറങ്ങിയാണ്. ഐസി രഹസ്യമായിട്ടിരുന്നാ മതി. അത് അത്രേ ഉള്ളൂ. ബാലൻ നമ്മുടെ സ്വന്തം ആളാ, വിഷമിക്കണ്ട. बट अभी वही देखना है ना उस सच्ची का होता है कि नहीं. പാടില്ലല്ലോ. എന്താ പറയട്ടെ? അങ്ങനെ എന്റെ മണിക്കുട്ടി പഠിച്ച് വലിയൊരു ആരാവണം, വലിയ ഡോക്ടറാവണം. ഹരിക്കുട്ടനെ നമുക്ക് ആരാക്കണം? അവൻ വക്കീലാവൻ. എന്നിട്ട് നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് 2 ബോർഡ്, അതൊക്കെ എഴുതിക്കോളാം. ഡോക്ടർ അനിത എം ബാലഗോപാൽ DSc MBBS, അഡ്വക്കേറ്റ് ഹരിദാസ് എം ബാലഗോപാൽ DA LLD. വൈകുന്നേരം ആവുമ്പോ കാശ് എത്രയാ വരിക? വലിയൊരു പെട്ടി ഉണ്ടാക്കി നോട്ടിന്റെ കെട്ടുകൾ ഇങ്ങനെ അടുക്കി വെക്കും. അച്ഛനൊന്നും വേണ്ട. നീ എന്താ ഒന്നും വേണ്ടാത്തെ? പിന്നെ സുഖമില്ല നിനക്ക്? എന്താ നിനക്ക് പറ്റിയേ? പിന്നെ നിനക്കെന്താ ഒരു ചൊടിയില്ലാത്ത? എന്നും എന്തെല്ലാം കാര്യങ്ങളാണ് നീ ചോദിക്കണേ? എന്ത് പറ്റി എല്ലാത്തിനും? അമ്മയും മക്കളും ഒക്കെ അറിയും. പറയുന്നത് രസിക്കണില്ലെങ്കിൽ അച്ഛനൊന്നും മിണ്ടണില്ല. മോള് പോയിക്കേ. എന്താ മൊത്തം ഗാന്ധിക്ക് വല്ലതും പറ്റിയോ? ഞാനാ നാരായണൻ. ഇതെന്താ നാരായണ ചില പുത്തൻ രീതികളൊക്കെ? നാരായണനെ കണ്ടാ എനിക്ക് അറിഞ്ഞൂടെ? എന്റെ പൊന്ന് നാരായണ, അക്ഷരം വായിക്കാൻ മാത്രം മതി കന്നട, അല്ലാതെ കണ്ണിന് ഒരു കുഴപ്പമില്ല. ഞാന് ചായ ഒന്നാവാം. ആയിക്കോട്ടെ. अरे दे 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 दे. കുഴപ്പമൊന്നുമില്ല നാരായണ. ഓർമ്മയൊക്കെ ഉണ്ട്, ആളുകളെ തിരിച്ചറിയുന്നുമുണ്ട്. മൂത്തെറ്റില്ലല്ലോ, തുടങ്ങിട്ടല്ലേ ഉള്ളൂ. നാരായണ, എന്താ ഇറങ്ങിയേ? അല്ല, എന്താ രാവിലെ ഇറങ്ങിയെന്നേ? സ്കൂളിലേക്ക് ലീവ് കഴിഞ്ഞല്ലോ. സ്കൂളിലേക്ക് പോകാറായോ? കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതിയായിരുന്നു അല്ലേ? അതെ, ശ്രീധരമാമയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ഇപ്പൊ ഞാനെന്തിനാ വെറുതെ വീട്ടിൽ കുത്തിരിക്കണേ? അതല്ല, മനസ്സിനിപ്പോ സമാധാനമാണ് ആവശ്യം. അരെ രേ എനിക്കൊരു മനസ്സമാധാനക്കേടുമില്ല. പറഞ്ഞു പറഞ്ഞതിന് ധ്വനി മനസ്സിലാവുണ്ട്. ഇതെന്തിനാ ചുണ്ണാമ്പ് വെച്ചേ? അല്ല, പാകത്തിന്. എന്റെ ഭാഗം എനിക്കറിയില്ലേ? നിങ്ങൾ കളിയാക്കാൻ മനസ്സിലെ? പാലിനിപ്പോ വന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ അത് കുഴപ്പമില്ല. അതെന്താ? അല്ല, അതൊരു പ്രശ്നമാക്കണ്ട. സ്കൂളിൽ തോന്നിയ പോലെ വരിക എന്നൊരു പ്രശ്നമല്ലേ? അല്ല, ബാലിന്റെ കാര്യത്തിലൊരു വിട്ടുവീഴ്ച. ബാലിനോടുള്ള പ്രത്യേക താല്പര്യം എന്ന് തന്നെ വെച്ചോളൂ. എന്നോട് അങ്ങനെ പ്രത്യേക വരികയൊന്നും കാണിക്കണ്ട കേട്ടോ. അല്ല, ഇവിടെ തൊട്ടിക്കോളൂ. ऐसी कर करके गुस्सा दिलाएंगे उसको, फिर पागल बोल देंगे उसको.
മോർണിംഗ്. ഒരു കൈക്കുമ്പിൾ നിറയെ വസന്തവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഡ്രോയിങ് ക്ലാസ്സിൽ എന്താ പൂക്കളെന്നാവും സംശയം അല്ലേ? പറയാം. നിറങ്ങളോടുള്ള നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അറിയാനാണ് ഈ വിദ്യ. ശോഭ വരും. अरे नहीं बच्चे भी डरेंगे. ഇവിടെ ഇത്രയും പൂക്കളുണ്ട്. ഈ പൂക്കളിൽ ഇഷ്ടമുള്ള ഒരെണ്ണം എടുക്കാൻ പറഞ്ഞാൽ ശോഭ ഏത് പൂ എടുക്കും? മാഷേ, മാഷ് എന്താ മാഷേ ഇത്? എടുത്തോളൂ. ഇല്ല, ഞാൻ എടുക്കുന്നില്ല. കുറെ നേരം ആയാലും മാഷ് വാച്ച് ചെയ്യണു. എന്താ തയ്യാറ്? പറയും. ഒന്നുമില്ലെന്നേ. അതല്ല, എന്തോ ഉണ്ട്. ഞാൻ ക്ലാസ് എടുക്കുന്നത് ശരിയാവില്ലേ? അതല്ല, ഞാൻ വെറുതെ നേരം കളയുന്നു എന്ന് മാഷ് തോന്നുന്നുണ്ടോ? ഇല്ലെന്നേ. പിന്നെ എന്താ കാര്യം? ഞാൻ എടുക്കുന്നത് ശരിയാവില്ലെങ്കിൽ പറയും, അല്ലെങ്കിൽ എങ്ങനെ എടുക്കുമെന്ന് പറയും. ഞാൻ അതുപോലെ എടുക്കാം. അല്ലാതെ എന്റെ ക്ലാസ്സിൽ ചുറ്റും ഇങ്ങനെ പാത്തും പറിക്കും നടക്കുന്നുണ്ടല്ലോ, എനിക്ക് ഇഷ്ടമല്ല. അത് ആരായാലും ഞാൻ സമ്മതിക്കില്ല. മാഷ് പറയൂട്ടി, ഇവിടെ ഏത് മോൾക്ക് ഏത് പൂ ഇഷ്ടം? ചെമ്പരത്തിപ്പൂവുണ്ട്, കിളിഞ്ഞിപ്പൂവുണ്ട്, അരളിപ്പൂവുണ്ട്. പറയും. പേടിച്ചു വരും. മാഷ് പേടിയാണോ? എന്തിന്? എല്ലാരും പറയാ മാഷിക്ക് ഭ്രാന്താണെന്ന്. അയ്യോ ഞാനാ പറയട്ടെ, ഗോപി. ഭാര്യേട്ടൻ എന്തിനാ ഇവിടെ വന്ന് കിടന്നത്? ഗോപി, എനിക്ക് ഭ്രാന്തുണ്ടോ? ഭാര്യേട്ടനൊന്നുമില്ല. എല്ലാരും എന്നോട് അങ്ങനെ പെരുമാറുന്നേ. സ്കൂളില് എന്റെ കുട്ടികൾ എന്നെ ഭാര്യേട്ടൻ ഇങ്ങനെ നിറവത്തായാലും ചതിക്കൊടി കുത്തി കാത്തിരിക്കുകയല്ലേ ആരാ വീടുമെന്നറിയാൻ. ഇല്ല, അടുത്ത ഏരിയായിട്ട് എന്റെ ഭാര്യട്ടനെ വിട്ടുകൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. But actually this is like people are behaving that way, so वो कुछ भी करेगा वो गुस्सा आएगा ही उसको. He will get angry, then people will start calling him mad. But now I want to see whether this curse exists or no. See, it's not a curse, it's just mental game. Mental thing, कि yeah. वो mentally बोल रहे तो अब तो कोई रोज पागल बोलेगा, पूरा शहर पूरा गांव मिलेगा तो you will go crazy, absolutely. you will get angry. Yeah. And people will think you will go crazy. Then you will also start getting self-doubt. Okay, am I actually going crazy? Now look at him now, the way he is, like everyone is judging It is just because of one dream. Just for one dream. इधर से पूरे गांव में फैल गया यार. Now let's see how the things will go. But the brother is saying I will not let it happen, so let's see what's going to happen next. So guys, meanwhile do like, subscribe, share, comment, click on the bell icon.